ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തിന്മകൾ ചെയ്ത് ജീവിച്ച് നന്നായി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കണമേ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ, അവരുടെ മനസ്സ് വളരെ ലോലമാണ്. ഒരുപാട് കുരുത്തക്കേട് ചെയ്ത് ജീവിച്ച ആൾക്കാരുണ്ടാവും, പിന്നീട് നന്നായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മഹാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കൊടുത്തപ്പോഴായിരിക്കും ബോധം വന്നിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു സാരോപദേശം ആരെങ്കിലും ചെയ്തതായിരിക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു മനുഷ്യൻ പിന്നെ തേങ്ങി കരച്ചിലാണ്, വല്ലാത്ത കരച്ചിലാണ്. ആ കരച്ചിൽ, അത്തരം കരയുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോയി നിൽക്കണേ. നമ്മളെന്താ പറയാ സാധാരണ, അവൻ കുരുത്തം കെട്ട് ജീവിച്ച ആളല്ലേ, ആളിപ്പോ നന്നായില്ലേ? ആ നന്നായ മനുഷ്യനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അയാൾ ആരായിരുന്നോ മുമ്പ് അതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഇപ്പൊ ആയതിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ അങ്ങനെയൊക്കെ തൗബ ചെയ്ത് മടങ്ങിയാലും ആ പഴയകാല തെറ്റുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര തൗബ ചെയ്ത് മടങ്ങി എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. അള്ളാഹുവിന് അത് ഉൾക്കൊള്ളാൻ പറ്റും. അള്ളാഹു ചാല തൗബ ചെയ്ത് അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കഴുകി നന്നാക്കിയേക്കും. ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ വേട്ടയാടൽ നമ്മുടെ ഭർത്താവിൽ നിന്ന് കേൾക്കേണ്ടി വരും, നമ്മുടെ ഭാര്യയിൽ നിന്ന് കേൾക്കേണ്ടി വരും, നമ്മുടെ വീട്ടുകാരെന്ന് കൂട്ടുകാരെന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യവതി അത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ നേർവഴിയിൽ പോകുന്നവരാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകൾ തെറ്റ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്ന കാലമത്രയും, ആ തെറ്റുകൾ ഓർമ്മ വന്ന് നമ്മൾ കരയുന്ന കാലമത്രയും അള്ളാഹു നമ്മെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു നമ്മെ കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ മെസ്സേജ് തിന്മകളുടെ കാരണം അള്ളാഹു നൽകുന്ന ഒരു ഫضലാണെന്നാണ്. അത് തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് സംഭവിച്ചു പോകുന്നു, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. ആ തെറ്റുകൾ കാരണം നമ്മുടെ ഹൃദയം തേങ്ങണം, ഹൃദയത്തിന് കാഠിന്യം നഷ്ടപ്പെട്ട ഹൃദയം വളരെ ലോലമാവണം, നമ്മുടെ കണ്ണുകൾ നനയണം, ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ വരണം, ദുആ വരണം, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പരീക്ഷണങ്ങൾ, നമ്മുടെ തിന്മകളാൽ വന്ന പരീക്ഷണങ്ങൾ നമുക്ക് റഹ്മത്താണ്. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞ ഒരു വചനം, ഇബാദത്ത് ചെയ്ത് ആത്മാഭിമാനിയായി ജീവിക്കുന്ന ഒരാളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം തെറ്റ് സംഭവിച്ചു പോയി തൗബ ചെയ്ത് കരയുന്ന ഒരു പാപിയെയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം വരും. ഞാനിപ്പോ തിരക്കേടൊന്നുമില്ലല്ലോ, ഞാനിപ്പോ ഇത്രയും കാലം ഒരു വൃത്തിക്കേടിനും പോയിട്ടില്ലല്ലോ, എന്റെ കയ്യിൽ നിന്ന് കാര്യമായ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ അത്ര മോശക്കാരനല്ലല്ലോ എന്ന ഒരു ചിന്ത, അത് കുറ്റമാണ്. ആ ചിന്ത കുറ്റകരമാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ആ ചിന്ത കുറ്റകരമാണ്. നേരെ മറിച്ചൊരു പാപിയായ മനുഷ്യൻ, പടച്ചോനെ ഞാൻ പാപിയാണ് റബ്ബേ, ഞാൻ എത്രയോ മോശക്കാരനാണ് പടച്ചോനെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാൾ നല്ലവനാണ്, ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പാപിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തേങ്ങൽ, ആ തേങ്ങലാണ് ആത്മാഭിമാനം കൊണ്ട്, അകംപൊരുൾ കൊണ്ട് വീർത്തു നടക്കുന്ന ഒരു സൽക്കർമ്മിയായ മനുഷ്യനേക്കാളും അള്ളാഹുവിനിഷ്ടം ഈ കരയുന്ന പാപിയെയാണെന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ഭയങ്കര ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മസംസ്കരണത്തിന്റെ നമ്മളെ ശുദ്ധിയാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾ കൂടെ നമ്മെ ശുദ്ധിയാക്കാൻ സഹായിക്കും. അതിനെ ഓർത്ത് കരയണം, അതിനെ ഓർത്ത് സങ്കടപ്പെടണം. അള്ളാഹു നമുക്ക് പുറത്തു തന്നോ ഇല്ലേ നമുക്കറിയില്ലല്ലോ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആ മാപ്പ് ലഭിക്കുന്നവരെ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയാണ്. റബ്ബ് തആല നമുക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.